പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. സ്വഭാവവും മനോഭാവവും എന്ന ശാസ്ത്രകൃതിയെ മുൻനിർത്തി സംവാദ സദസ് ഷൊർണൂർ കവളപ്പാറയിൽ വെച്ച് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ KK ജയരാജൻ മാസ്റ്ററുടെ സ്വഭാവവും മനോഭാവവും എന്ന ശാസ്ത്രകൃതിയെ മുൻനിർത്തി മാനുഷം അക്കാദമി സംവാദ സദസ് സംഘടിപ്പിച്ചു. കവളപ്പാറ ത്രാങ്ങാലി ഈവനിംഗ് പാരഡൈസിൽ വെച്ച് നടന്ന സംവാദ സദസ് എഴുത്തുകാരൻ പത്മശ്രീ ബാലൻ പൂതേരി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും അതിൽ ഓരോ വിഷയങ്ങളെ സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയരാജൻ മാഷ പുസ്തകം ജനങ്ങളിൽ എത്തിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. ആ പുസ്തകം എഴുതിയതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പരിശ്രമിക്കണം. വായനക്കാരുടെ മനഃശാസ്ത്രമായ പുസ്തകമായതുകൊണ്ട് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് പക്ഷേ വിദ്യാഭ്യാസമുള്ളവർക്കാണ് അത് മനസ്സിലാവാനും പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള അവസരം. നമ്മുടെ സമൂഹം, ഇന്നത്തെ സമൂഹം വളരെയധികം പിന്തിരിഞ്ഞ് പോയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ രണ്ട് വശങ്ങളും നമുക്ക് ഇന്ന് കാണാൻ കഴിയും. എറണാകുളം മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ MH രമേശ് കുമാർ, ഡോക്ടർ തൻസീം ഇസ്മായിൽ, എഴുത്തുകാരൻ സ്വപ്ന ചന്ദ്രശേഖർ, പ്രകാശ് ഒറ്റപ്പാലം, DB രഘുനാഥ്, TP പ്രദീപ് കുമാർ, രവി മാഷ്, രാംദാസ് മാഷ്, KS പ്രദീപ് മാഷ്, U3A സോണൽ കോർഡിനേറ്റർ KT ഷാജി, ജീവത ട്രസ്റ്റ് ചെയർപേഴ്സൺ KV സംയുക്ത, മോട്ടിവേറ്ററും എഴുത്തുകാരനുമായ ഹാരിഷ് V ബാബു, TM വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ഏതൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സ്വഭാവവും മനോഭാവവും എന്നുള്ളൊരു വിഷയം, ഈ ഒരു സബ്ജക്റ്റ് ഏതൊരു വിജ്ഞാനത്തിൻ്റെ ഏതൊരു മേഖലയുമായും ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ശാസ്ത്ര ശാഖകളിൽ തന്നെ പല മേഖലകളുമായി ഫിലോസഫി എന്ന് പറഞ്ഞ തത്വശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖയും അതെല്ലാം എല്ലാ ശാസ്ത്രശാഖകളിലും അത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ട് കാണുന്നത് ഫിലോസഫി ന്യൂറോ സയൻസ്, ഫിലോസഫി. അതിനാണ് നമ്മൾ PhD എന്ന് പറയുന്നത്, ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി അഥവാ PhD. അപ്പോൾ ഫിലോസഫി ഇൻ ന്യൂറോ സയൻസ്, അതായത് ഏതൊരു വിഷയത്തിൻ്റെയും ഏതൊരു ശാസ്ത്രശാഖകളുടെയും ആത്യന്തികമായിട്ടുള്ള നിയമങ്ങൾ അറിയാൻ കഴിയുന്ന വ്യക്തികളാണ് അവരാണ് തത്വചിന്തയുടെ മേഖലയിൽ കിടക്കുന്നത്. VCV ന്യൂസ്, ഷൊർണൂർ.